വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നെനിക്ക്. പനിയാണ്. പനി പിടിച്ച് പനിയും ജലദോഷമൊക്കെ ആയിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ ഒരുമാതിരി വരണ്ട്, വെള്ളം കുടിക്കാഞ്ഞിട്ടാണെന്നൊന്നും അറിയില്ല, ഒരുമാതിരി കിളി പറന്നിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ പിന്നെ ഒരു കട്ടൻ ചായ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്ക് തിളപ്പിക്കാൻ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും 3 ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ഏത്തപ്പഴം എന്നാൽ പിന്നെ എനിക്ക് നെയ്യിൽ പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ തുടങ്ങി. പനിച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് വല്ലാണ്ട് തണുത്തിട്ട് ഞാൻ പിന്നെ പോയി ഒരു ജാക്കറ്റ് എടുത്തിട്ടു. അങ്ങനെ വന്നിട്ട് ഏത്തപ്പഴം ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ആദ്യം വിചാരിച്ചു പഴംപൊരി പോലെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മെനക്കേടല്ലേ, ഈ പനിയുള്ള സമയത്ത് നമ്മൾ എന്ത് പിന്നെ ചെയ്യണ്ടേ, വല്ലതും കഴിക്കുകയും വേണം. എന്നാൽ ഒരുപാട് മെനക്കേടുള്ള ഒരു സാധനവും കഴിക്കാനും തോന്നുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ മുമ്പ് നാട്ടിലായിരുന്ന സമയത്തും ഏത്തപ്പഴം ഇങ്ങനെ നെയ്യിൽ പൊരിച്ച് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ പനി ഇരുന്നപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ട് നോക്കിയപ്പോൾ ഏത്തപ്പഴം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു. നോമ്പ് പിടിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. കാരണം കൃത്യം ആ സമയത്ത് തന്നെ നമുക്ക് മേലാണ്ടായല്ലോ. എന്താ ചെയ്യുക, ഓരോരോ അവസ്ഥകളെ. പനി ഇപ്പോൾ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ആദ്യത്തെ ദിവസം വർക്ക് ഉണ്ടായിരുന്നു, ആ സമയത്ത് നോമ്പായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ അത് തള്ളി നീക്കി. എനിക്ക് നോമ്പെടുക്കണേക്കാളും പാട് ആ ടൈമിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മേലാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെയൊക്കെയോ ആ ഒരു ദിവസം തള്ളി നോക്കി. പക്ഷെ പറ്റണില്ലാണ്ടായി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും, അതായത് ഇന്നലെ ഞാൻ സിക്ക് ലീവ് എടുത്തു, എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട്. അതിൻ്റെ ആണെന്ന് അറിയത്തില്ല, ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. സാധാരണ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ കാണുന്നു, സംസാരിക്കുന്നു, നമുക്ക് വേറൊരു വൈബല്ലേ അവിടെ. വീട്ടിലാവുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നെന്തോ ഒരു സുഖമില്ല, വയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും കഴിക്കാനും തോന്നുന്നില്ല, എന്നെ ചെയ്യണമെന്നും അറിയത്തില്ല. പിന്നെ എല്ലാ ദിവസവും എല്ലാ സമയവും നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്തൊരു സങ്കടമാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല എന്നാണല്ലോ. എന്തെങ്കിലുമൊക്കെ റെഡിയാവുപ്പാ. ലൈഫിലിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഹോപ്പിൻ്റെ പുറത്തല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും ഒക്കെ നമുക്കൊരു വിശ്വാസമല്ലേ, ഇത് ശരിയാവും, അല്ലാതെ നടക്കും എന്നൊക്കെ. എല്ലാവരും അപ്പോൾ ആ ഹോപ്പിൽ ഈ റമളാൻ മുന്നോട്ട് കൊണ്ടുപോകാം. ദേ നോമ്പ് പകുതിയായി, എന്ത് പെട്ടെന്നല്ലേ പോയത്. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു നോമ്പാണ് അല്ലെ ഒരു ഇഫ്താറാണെന്നുള്ളൊരു സന്തോഷമേ ഇല്ല. കാരണം നാട്ടിലായിരിക്കുമ്പോൾ നല്ല രസമാണ്. ഒന്നുകിൽ എവിടെയെങ്കിലുമൊക്കെ നോമ്പുറപ്പിലുണ്ടാവും, അല്ലെ വീട്ടിൽ ആണെങ്കിലും എല്ലാവരും ഉള്ളപ്പം നല്ല രസമല്ലേ, എല്ലാവരും കൂടുമ്പോൾ നോമ്പ് തുറക്കാനൊക്കെ. അതൊക്കെ ഒരു ടൈമായിരുന്നു. ആ നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കണം, ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുവയ്ക്കണം, ജ്യൂസ് അടിക്കണം. ആ സമയത്തായിരിക്കുമല്ലോ നമ്മൾ ജ്യൂസ് അടിക്കാൻ നിൽക്കുന്നത്. കൃത്യം ആ സമയമാകുമ്പോൾ നമുക്ക് അങ്ങനെ ചായ എല്ലാം കൂടെ ഒന്നിച്ചല്ലേ നമ്മൾ ആ ഒരു ടൈമിലല്ലേ. അതൊക്കെ ഒരു സമയമായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ വെച്ച് നോക്കുമ്പം ബാങ്ക് കൊടുക്കുന്ന പോലും കേൾക്കാറില്ല. നമ്മൾ പിന്നെ ഒരു ടൈം, ഒരു കലണ്ടർ പോലെ ഉണ്ട്, അതിൽ നോക്കിയിട്ടാണ് നോമ്പ് കുറിക്കുന്നതും എടുക്കുന്നതൊക്കെ. പിന്നെ ഇന്നത്തെ എൻ്റെ സങ്കടത്തിന് ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും 13th വരേണ്ടതാണ്, പക്ഷേ ഇന്നിപ്പോൾ 15th ആയി. എന്തപ്പോൾ വരാത്തേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. മെയിലൊന്നും വന്നില്ല കൺഫർമേഷന്. പിന്നെ അതുകൊണ്ട് നമുക്ക് റോയൽ മെയിലിലോ ഒന്നും ചോദിക്കാനും പറ്റില്ല. കാരണം അവർ തരുന്ന ദിവസം അവർ അറ്റ്ലീസ്റ്റ് നമ്മളെ അറിയിക്കും, നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അതൊരു സങ്കടമാണ്. ശരിക്കും ഓർഡർ അവിടുന്ന് വന്നിട്ടുണ്ട്, പക്ഷേ ഇവർ നമുക്ക് ഡെലിവറി ചെയ്തിട്ടില്ല ഇതുവരെ. എന്തായാലും ഇപ്പം ഇത്രയും ക്ഷമിച്ചല്ലേ, ഇനിയിപ്പം അത് വരുമ്പോൾ വരട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ മനസ്സങ്ങോട്ട് ശരിയാവാതിരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും. ഇപ്പം ഞാൻ ഒരു സൈഡ് കൃത്യമായിട്ട് മറിച്ചിട്ടു, പക്ഷെ മറ്റേ സൈഡ് മറിച്ചിടാൻ നേരം കുറച്ച് വൈകിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് എവിടേക്കോ പോയി, അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി. അതേപോലെ ചില ടൈമിൽ എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ട്
ആ ഫ്ലോ അങ്ങ് പോവും, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമേ മറന്നു. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുകയും ചെയ്യും. പിന്നെ അയ്യോ ഈ സമയത്ത് ഞാൻ എന്തിനാ ഇതിനെപ്പറ്റി ആലോചിച്ചേ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കും. വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. പിന്നെന്താ, കുറച്ച് കരഞ്ഞെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കഴിക്കാൻ പാകത്തിന് കിട്ടി. പെട്ടെന്ന് ചായ റെഡിയായി എടുത്തു ഞാൻ. പിന്നെ കൂട്ടത്തിലൊരു കേക്കും ബട്ടർ കുക്കീസും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബട്ടർ കുക്കീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.